നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാർ മുഴുവൻ അരമനകൾ തിരയുന്ന തെരഞ്ഞെടുപ്പ് കാലം ഇതൊരു വല്ലാത്ത അശ്ലീല അനുഭവം തന്നെയാണ്. അത് ഇക്കുറിയും ആവർത്തിക്കുകയാണെന്ന് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം. തൊഴുതു നിൽക്കുന്ന നേതാക്കളുടെ മുമ്പിൽ ചിരിച്ചു നിൽക്കുന്ന സഭാ നേതൃത്വം നാടിന് നഷ്ടപ്പെട്ടത് എന്തെന്ന് നിവർന്നു നിന്ന് പറയാമോ എന്നാണ് അറിയേണ്ടത്. ഏറ്റവും പുതിയ ലക്കത്തിലെ മുഖപ്രസംഗത്തിലൂടെ സത്യദീപം ചോദിക്കുന്നു ഇതാണ്: കൈകൂപ്പി കടന്നു പോകുന്നവരോട് കർഷക കണ്ണീരിൻ്റെ കാരണം സഭാ നേതൃത്വം തിരക്കിയോ? വികസന വൈത്താരിയുടെ മഞ്ഞക്കുറ്റികളിൽ നിശ്ചലമായ സാധു ജീവിതങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുവോ? വിഴിഞ്ഞവും മൂലമ്പിള്ളിയും മുന്നറിയിപ്പായി പറഞ്ഞുവോ? വേദിക്കനുസരിച്ച് വാക്കുമാറ്റുന്ന വഴക്കദോഷം പുതിയ നേതൃബാധ്യതയാകുമ്പോൾ വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതാകുന്ന ജനാധിപത്യത്തിൻ്റെ ദയാവധ സാധ്യത അകലെയല്ല. 2024 പൊതു തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാകുന്നത് അങ്ങനെയാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണമോ എന്നതിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള അസാധാരണമായ അവസാന അവസരം മറക്കരുത്. ഫാദർ മാത്യു എഴുതിയ ഏറ്റവും പുതിയ മുഖപ്രസംഗത്തിലാണ് സഭാ നേതൃത്വത്തെ ചോദ്യമുനയിൽ നിർത്തുന്ന വിഷയങ്ങൾ എണ്ണിപ്പറയുന്നത്. 17ാം ലോക്സഭ പ്രത്യക്ഷത്തിൽ പ്രതിപക്ഷ നേതാവെ ഇല്ലാതായിരുന്ന സഭാകാലം മുഴുവൻ സമ്മേളിച്ചതെന്ന് പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിൻ്റെ കഴിവുകേടാണെന്നതിനേക്കാൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പരാജയമാണ്. ഇരു സഭകളിലുമായി 130-ലധികം പ്രതിപക്ഷ എംപിമാരെ പല കാലങ്ങളിൽ സസ്പെൻഡ് ചെയ്ത സഭയെന്ന ഖ്യാതിയും ഈ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. പ്രധാനപ്പെട്ട പല ബില്ലുകളും പ്രതിപക്ഷ സാന്നിധ്യമില്ലാതെയാണ് പാസാക്കിയതെന്ന പ്രശസ്തിയും ഈ സഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഇത്തവണ 400-ലധികം സീറ്റുകൾ ഉറപ്പാക്കി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമാണ് BJP നേതൃത്വം അണികൾക്ക് നൽകിയിരിക്കുന്നത്. പാർട്ടിക്ക് ലഭിക്കുന്ന വൻ ഭൂരിപക്ഷം രാജ്യത്തെ മാറ്റിയെടുക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് കർണാടകയിൽ നിന്നുള്ള BJP MP അനന്തകുമാർ ഹെഡ്ഡയുടെ വാക്കുകളിൽ വ്യക്തമാണ്. രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടന മാറ്റിയെഴുതും. 4 സീറ്റുകൾ കൂടി കിട്ടിയാൽ ഭൂരിപക്ഷമായി എന്നത് മറക്കരുത്. മതേതരത്വമെന്ന കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാട് പക്ഷേ പാരമ്പര്യ ഗുണമില്ലെന്ന് കേരളത്തിലെ പാർട്ടി തെളിയിച്ചു കഴിഞ്ഞു. നേരത്തെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ഇപ്പോൾ K കരുണാകരൻ്റെ മകൾ പത്മജയും BJPയിൽ ചേർന്നപ്പോൾ ആദർശമല്ല അധികാരം തന്നെയാണ് യഥാർത്ഥ പാരമ്പര്യമെന്ന് മനസ്സിലായി. ഇടതു പാർട്ടികൾക്ക് വോട്ട് ചെയ്യാൻ കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ ഉണ്ടാകും എന്ന കർഷക സങ്കടം കോതമംഗലത്ത് വലിയ പ്രക്ഷോഭമായപ്പോൾ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത ഇടത് സർക്കാർ നിലപാട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്.